ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിലല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന ലെവലിൽ നമ്മൾ പൈപ്പ് കാര്യങ്ങളെല്ലാം കൺസീൽ ചെയ്തതിന് ശേഷം അവസാനം നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഹെൽത്ത് ഹോസറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സെറ്റിങ്സ് അതായത് അക്സസറീസ് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ പൈപ്പിലെല്ലാം ഡ്രില്ല് ചെയ്ത് കയറ്റാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ലെവലിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അതായത് ബാത്റൂമിൻ്റെ ഫ്ലോർ ലെവൽ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. അതായത് റൂമിനോട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് റൂമിൽ നിന്നും ഏകദേശം 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച്, ഏറ്റവും കൂടിയൊന്ന് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് അതിനേക്കാൾ താഴ്ത്തിയാണ് നമ്മൾ സാധാരണ ബാത്റൂം സെറ്റ് ചെയ്യാറ്. ആ ബാത്റൂമിൻ്റെ 1.5 ഇഞ്ച് താഴ്ത്ത മാക്സിമം അത്രയും മതിയാവും. സാധാരണ റൂമിൽ നിന്നും 1.5 ഇഞ്ച് താഴ്ത്തിയാണ് വരുന്നത്. ആദ്യമേ തന്നെ അത് ഫ്ലോർ ലെവലായിട്ട് മാർക്ക് ചെയ്യണം. അതിൽ നിന്നും ഒരടി ഹൈറ്റിൽ ഒരു 30 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ആദ്യമേ തന്നെ മൊത്തം ഒന്ന് വരച്ച് ക്ലിയർ ചെയ്യണം. അതിൽ നിന്നുമാണ് ആ പറയുന്ന ഫ്ലോർ ലെവലിൽ നിന്നുമാണ് നമ്മൾ പറയുന്ന ഓരോ മെഷർമെൻറ്റും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഫ്ലോർ ലെവൽ മാർക്ക് ചെയ്യണം. ഫ്ലോർ ലെവലിൽ നിന്നും ഒരടി ഹൈറ്റിൽ അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ പോകുന്ന പൈപ്പുകളെല്ലാം നേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, വട്ടം പോകുന്ന പൈപ്പുകളെല്ലാം തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ മുകളിൽ നിന്നേക്ക് പോകുന്ന ടാപ്പിൻ്റെ ഹൈറ്റ്, ഷവർ, അതുപോലെ തന്നെ ഷവറിൻ്റെ ആം, അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നത് ആ ലെവലിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഒരടി ഹൈറ്റിൽ, അതായത് നമ്മുടെ ഫ്ലോർ ലെവലിൽ നിന്നും ഫിനിഷിംഗ് ലെവലിൽ നിന്നും ഒരടി ഹൈറ്റിലാണ് നമ്മുടെ എല്ലാ പൈപ്പുകളും പോയിരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഷവറിൻ്റെ ലെങ്ത് ആണെങ്കിലും ഷവറിലേക്ക് പോയിരിക്കുന്നത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ വട്ടം പോകുന്ന പൈപ്പുകളാണ് നമ്മൾ ഡ്രില്ല് ചെയ്ത് കയറ്റാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് എല്ലാ ബാത്റൂമുകളിലും എവിടെയൊക്കെ നമ്മൾ ബാത്റൂമുകൾ ചെയ്യുന്നുണ്ടോ, വീടുകളിൽ ചെയ്യുന്നുണ്ടോ, അതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. പിന്നീട് ആര് വന്നാലും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും ആ ഒരടി ഹൈറ്റിലായിരിക്കും നമ്മുടെ പൈപ്പ് ലൈൻ എല്ലാം പോയിരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ്, അതായത് ഒരടി ഹൈറ്റിലല്ല ഫ്ലോർ ലെവൽ മാർക്ക് ചെയ്ത് ഒരടി ഹൈറ്റിലല്ല അതിനേക്കാൾ മുകളിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഹെൽത്ത് ഹോസറ്റോ അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് വരുന്ന എന്തെങ്കിലും അക്സസറീസ് നമുക്ക് ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ചിലപ്പോൾ ഡ്രില്ല് ചെയ്യുന്നത് ആ പൈപ്പിലായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ബാത്റൂമുകളിൽ ഈ പറയുന്ന ഡ്രില്ലിങ്ങിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ സാധിക്കും. ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാ ഫിനിഷിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് ഡ്രില്ല് ചെയ്യുന്നതെങ്കിൽ അത് ഹോള് കാര്യങ്ങളൊക്കെ വരും, വെള്ളം ലീക്കാവും, പിന്നെ അതുപോലെ തന്നെ ടൈല് പൊളിക്കേണ്ടി വരും, പിന്നെ അത് എക്സ്ട്രാ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.